വാർത്തകൾ തുടരുന്നു. തളി ഗ്രാമത്തിൽ നിറയും 108 ശിവലിംഗങ്ങളുടെ ചൈതന്യം. ശിവലിംഗങ്ങളുടെ നാട് എന്ന പേരിൽ പ്രസിദ്ധമായ തളി നടുവട്ടം കീഴ്പ്പാടം കിരാതമൂർത്തി ക്ഷേത്രം പുനരുദ്ധാരണത്തിനും 108 ശിവലിംഗ പ്രതിഷ്ഠയുടെ ശിലാസ്ഥാപനവും നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തി. AD 700 ചേര സാമ്രാജ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട 108 ശിവാലയങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് തളി. കാലാന്തരത്തിൽ ടിപ്പുവിന്റെ പടയോട്ട കാലങ്ങളിലും മറ്റുമായി ഇവയിൽ പലതും നാശോന്മുഖമായതായാണ് പറയപ്പെടുന്നത്. വിശ്വാസികളുടെ നേതൃത്വത്തിൽ പല പുണ്യക്ഷേത്രങ്ങളും വീണ്ടെടുത്തിരുന്നു. കീഴ്പ്പാടത്ത് തകർന്നു കിടക്കുന്ന കിരാതമൂർത്തി ക്ഷേത്രം പുനരുദ്ധാരണം നടത്തി ക്ഷേത്ര സമുച്ചയത്തിൽ 108 ശിവലിംഗങ്ങൾ കൂടി പ്രതിഷ്ഠിച്ച് നഷ്ടപ്പെട്ട ശിവചൈതന്യം വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ഭക്തജനങ്ങൾ. ശിലാസ്ഥാപനത്തിനായുള്ള ശില സമീപ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പൂജ നടത്തി കീഴ്ത്തളി ക്ഷേത്ര സന്നിധിയിൽ നിന്നും കീഴ്പ്പാടം ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായിട്ടാണ് കൊണ്ടുവന്നത്. തന്ത്രി ഈക്കാട്ട് കുഞ്ഞനീ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പ്രായശ്ചിത്ത പൂജകൾ, വാസ്തുബലി, ഭഗവത് സേവ എന്നിവയും നടന്നു. ശിവലിംഗങ്ങളുടെ നാടായ തളി ഇനി 108 ശിവലിംഗങ്ങൾ പ്രതിഷ്ഠിക്കുന്ന കിരാതമൂർത്തി ക്ഷേത്രത്തിന്റെ പേരിലും വിശ്വപ്രസിദ്ധമാകും. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ യുവാവിനെ കോടതി ശിക്ഷിച്ചു. കൂരിക്കുഴി സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ രഞ്ജിത്തിനെയാണ് കൊടുങ്ങല്ലൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശിക്ഷിച്ചത്. 9 മാസം തടവും 2000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചത്. കമ്പനിക്കടവ് കൂരിക്കുഴി ദേശം ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് പണം കവർന്ന കേസിലാണ് ശിക്ഷ വിധിച്ചത്. കയ്പമംഗലം SHO KS സുബീഷ് മോനും സംഘവുമാണ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ AYF കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര സെന്ററിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം CPI മണ്ഡലം സെക്രട്ടറി TP രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള ഒരു കാരണങ്ങളും പറയാനില്ല. എല്ലാ 1-ാം തീയതിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പാചകവാതകത്തിന്റെയൊക്കെ തന്നെ വില പുതുക്കി നിശ്ചയിക്കുന്ന സമീപനം ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന നാൾ മുതൽ ഇവിടത്തെ ഓയിൽ കമ്പനികളുമായി, സ്വകാര്യ ഓയിൽ കമ്പനികളുമായി കൂട്ടുചേർന്നുകൊണ്ട് അവർക്ക് കൊള്ളലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണ് എല്ലാ 1-ാം തീയതിയും ഈ പാചകവാതകത്തിന്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് KM അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം CK ശ്രീരാജ്, CPI എറിയാട് ലോക്കൽ സെക്രട്ടറി PA താജുദ്ദീൻ, മണ്ഡലം സെക്രട്ടറി KA ഷിഹാബ്, AIYF ജില്ലാ കമ്മിറ്റി അംഗം അരുൺജിത്ത് കാനപ്പള്ളി, ജോയിന്റ് സെക്രട്ടറി PF ലോറൻസ് എന്നിവർ പ്രസംഗിച്ചു. KA അഖിലേഷ്, ദിവ്യ അനീഷ്, PM അരുൺലാൽ, BG വിഷ്ണു, അൻവർ ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം ആഘോഷിച്ചു. വൈകിട്ട് നടന്ന കാഴ്ചശിവേലിയിൽ 3 ഗജവീരന്മാർ അണിനിരന്നു.
തൃക്കൂർ രാജൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യവും കലാമണ്ഡലം ശിവദാസിന്റെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും കാഴ്ചശീവേലിക്ക് അകമ്പടിയായി. തുടർന്ന് ദീപാരാധന, വെടിക്കെട്ട് എന്നിവയുമുണ്ടായിരുന്നു. രാത്രി ഇരട്ടത്തായമ്പക, ഏകാദശി വിളക്ക് എന്നിവയും നടന്നു. കയ്പമംഗലം തറയിൽ ശ്രീ മുത്തപ്പൻ വിഷ്ണുമായ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം നടന്നു. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി വീരഭദ്രസ്വാമിക്ക് കളമെഴുത്തും പാട്ടും, പൂരം എഴുന്നള്ളിപ്പ്, ദീപാരാധന, നടക്കൽ പറയെടുപ്പ്, നാദസ്വര കച്ചേരി, തായമ്പക, ദേവിക്ക് കളമെഴുത്തും പാട്ടും തുടങ്ങിയവ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി TK സനീഷ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ അഴിമതിയുമായി ബന്ധമില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് അടിസ്ഥാനരഹിതമാണെന്ന് മുൻ MLA അനിലക്കര. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് മുന്നോടിയായുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ ഗോകുൽ ജേതാവായി. പെരിഞ്ഞനത്ത് ചില്ല് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തം.
ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.